ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. യുദ്ധകാന്ഡം എന്ന ഭാഗത്തിൽ വാനര പ്രദർശനം. സാരണന്റെ അഭിപ്രായം കേട്ട രാവണൻ ക്രുദ്ധനായി. വാനരന്മാരുടെ ഉപദ്രവം പേടിച്ചാണ് സാരണൻ സീതയെ മടക്കിക്കൊടുക്കുവാൻ പറഞ്ഞത് എന്നാണ് ആ രാക്ഷസ ചക്രവർത്തി കരുതിയത്. ദേഷ്യം നുരഞ്ഞു പൊന്തിയ രാവണൻ അവിടെയുള്ളതിൽ ഏറ്റവും ഉയർന്നു കണ്ട മണിമേടയുടെ മുകളിലേക്ക് കയറി. വിശ്വസ്തരായ ചാരന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ വാനരപ്പടയുടെ ഏകദേശ രൂപം മനസ്സിലാകും എന്ന് രാവണൻ കണക്കുകൂട്ടി. എണ്ണിയാലൊടുങ്ങാത്ത വാനരസേന രാവണൻ്റെ കണ്ണിൽപ്പെട്ടു. ആ വാനരപ്പടയിൽ അത്യുത്സാഹത്തോടെ നിൽക്കുന്നവരാരെല്ലാമാണെന്ന് സാരണനോട് രാക്ഷസേശ്വരൻ ചോദിച്ചു. വാനരശ്രേഷ്ഠർ ആരെല്ലാമാണെന്ന് അയാൾ പറഞ്ഞുകൊടുത്തു. പ്രഭോ, ലങ്കാപുരി നോക്കി അലറി വിളിക്കുന്ന ആയിരക്കണക്കിന് കവികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനാണ് സുഗ്രീവൻ്റെ സേനാ നായകനായ നീലൻ. വാല് നിലത്തടിച്ച് ആരെയും ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുന്നവനാണ് യുവരാജാവായ അംഗദൻ. ബാലിയുടെ പുത്രനാണ് അവൻ. മറ്റൊരാൾ ഇവിടെ വന്ന് സീതയെ കണ്ട് മടങ്ങിയ ബുദ്ധിമാനും പരാക്രമിയുമായ ഹനുമാനാണ്. അംഗദനു പിന്നിൽ വമ്പിച്ച പടയുമായി നിൽക്കുന്നവനാണ് നളൻ. ആ കവിശ്രേഷ്ഠനാണ് സേതുബന്ധനം സാധിച്ചത്. 3 ലോകത്തിലും കീർത്തി കേട്ട ശ്വേതനാണ് മറ്റൊരുവൻ. 1000 കോടി 80 ലക്ഷം വാനരന്മാരൊന്നിച്ച് കാണപ്പെടുന്ന കുമുദനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. സിംഹതുല്യനും ഗംഭീരാകാരനുമായി നിശ്ചലമായി നിൽക്കുന്നവനാണ് രംഭൻ. യുദ്ധത്തിൽ ഒരിക്കലും പിന്മാറാത്ത വാനരനാണ് ശരഭൻ. അവൻ്റെ കീഴിൽ 40 ലക്ഷം വാനരന്മാർ ഉണ്ട്. 50 ലക്ഷം പോരാളികളുമായി നിൽക്കുന്ന പനസൻ വാനരപ്പടയിൽ അദ്വിതീയനാണ്. 60 ലക്ഷം പേരുള്ള പടയുമായി എത്തിയിട്ടുള്ളത് വിഹതനാണ്. മറ്റൊരു വാനരപ്രമാണി അങ്ങയെ കണ്ടതുകൊണ്ട് പോരിന് വിളിക്കുന്നവനാണ് ക്രദനൻ. 17 ലക്ഷം പടകളുടെ നാഥനായ ഗവാക്ഷൻ ചെമ്മൺ നിറത്തിൽ ദൂരെ കാണപ്പെടുന്നുണ്ട്. തുടർന്ന് സാരണൻ, ഹരൻ, ധൂമ്രൻ എന്നിവരെ പരിചയപ്പെടുത്തി. വൃക്ഷങ്ങളിൽ പരാക്രമിയും ധൂമ്രൻ്റെ അനുജനായ ജാംബവാനെയും കാട്ടിക്കൊടുത്തു. ജാംബവാൻ അനേകം യുദ്ധങ്ങളിൽ ദേവന്മാരെ സഹായിച്ചിട്ടുണ്ടെന്നും സാരണൻ പറഞ്ഞു. രക്ഷസുകളോടും പിശാചുക്കളോടും തുല്യമായ സേനയാണ് അയാളുടേത്. കൂടാതെ ആയോധനം പടുവും മഹാബുദ്ധിമാനുമാണ് ജാംബവാൻ. വാനരവംശത്തിൻ്റെ പിതാമഹനായ സനാതൻ ഇന്ദ്രതുല്യ പരാക്രമിയാണ്. മാത്രമല്ല, വാനരന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ആകാരമുള്ളതും ഇദ്ദേഹത്തിനാണ്. ഗന്ധർവകാമിനിയിൽ അഗ്നിദേവന് ജനിച്ച ക്രദനൻ 1000 കോടി പടയുമായാണ് എത്തിയിരിക്കുന്നത്. മഹാഗിരിയിലെ ഗുഹയിൽ ഇരുന്നവൻ അലറിയാൽ കാട്ടാനകൾ വിറങ്ങലിച്ചു നിൽക്കും. ദൂരെ പൊടിപടലങ്ങൾ ഉയരുന്നത് കാട്ടി സാരണൻ പറഞ്ഞുകൊടുത്തു. അത് പ്രമാധിയുടെ സേന നിൽക്കുന്നിടമാണെന്ന്. മുഖം കറുത്ത വാനരന്മാരെ നയിക്കുന്നത് ഗവാക്ഷനാണ്. തൊട്ടടുത്തുള്ള സേനാവ്യൂഹം മനോമോഹനമായ പൊന്മലയിൽ വാഴുന്ന കേസരിയുടേതാണ്. രാമനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെ എത്തിയവനാണ് ശതബലി. മുഖം ചുവന്നവരും തേൻ നിറമുള്ളവരുമായ വാനരന്മാരാണ് അക്കൂട്ടത്തിലുള്ളത്. പല്ലും നഖവുമാണ് അവരുടെ ആയുധങ്ങൾ. വിജയത്തിനായി എപ്പോഴും സൂര്യനെ ഉപാസിക്കുന്നവനാണ് ശതബലി. വാനരസേനയെ
ദൂരെ കാണിച്ചുകൊണ്ട് സാരണൻ എല്ലാം രാവണന് വിശദമാക്കി. ഏറ്റവും ഒടുവിൽ ഇത്രയും കൂടി പറഞ്ഞു: മഹാപ്രഭോ, ശതബലിയെപ്പോലുള്ളവരാണ് എല്ലാ സൈന്യാധിപരും. ഏവർക്കും 10 കോടി സൈനികർ വീതമുണ്ട്. മാത്രമല്ല, അവരെല്ലാവരും തന്നെ ഭൂമിയിലെ ഗിരിസമൂഹങ്ങളെ മുഴുവൻ എടുത്തമ്മാനമാടാൻ ശേഷിയുള്ളവരുമാണ്. സാരണന്റെ വിവരണത്തിനു ശേഷം ശുഗൻ രാവണന് ബാക്കിയുള്ളവരെ കൂടി പരിചയപ്പെടുത്തി. മദയാനകളെപ്പോലെ ശോഭിച്ചു കാണുന്ന വാനരന്മാരെ കാട്ടിക്കൊണ്ട് ആ രാക്ഷസൻ പറഞ്ഞു: പ്രഭോ, 21,000 കൊടിയും 1000 ശംഖവും 100 വൃന്ദവും സുഗ്രീവന് അനുയായികളായിട്ടുണ്ട്. ഇവരെല്ലാം ദേവഗന്ധർവന്മാരുടെ മക്കളും കാമരൂപികളുമാണ്. മൈന്ദനെയും ദ്വിവിധനെയും നോക്കൂ. യുദ്ധത്തിൽ അവർക്ക് തുല്യരായി അവർ മാത്രമേ ഉള്ളൂ. അമൃതം ഭക്ഷിച്ച ഇവർക്ക് ലങ്കയെ നശിപ്പിക്കുവാൻ കൈക്കരുത്ത് മാത്രം മതി. ഹനുമാനെ നോക്കൂ. കൊടുങ്കാറ്റുപോലെ പോകുന്ന ഈ പ്രഭുവിനെ ആർക്കാണ് തടയുവാൻ കഴിയുക? ഈ ഹനുമാൻ ജനിച്ച ഉടനെ കണ്ടത് ഉദയസൂര്യനെയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇവൻ മുകളിലേക്ക് എടുത്തു ചാടി 3000 യോജന മേൽപോട്ടുയർന്നു. സൂര്യനോടടുത്തപ്പോഴുണ്ടായ ചൂടിൽ തളർന്ന് ഉദയപർവ്വതത്തിൽ വീണു. ദൃഢഹനുവായ അവൻ പാറയിൽ വീണപ്പോൾ കവിളിൽ മുറിവുണ്ടായി. അതിനാലാണ് ഇവന് ഹനുമാൻ എന്ന പേരുണ്ടായത്. അവൻ്റെ ശക്തി ലങ്കാനിവാസികൾ നേരിട്ട് കണ്ടതാണല്ലോ. ഇവനെ ആർക്കാണ് തടയുവാൻ കഴിയുക? ഹനുമാനെ തൊട്ടു നിൽക്കുന്നയാളെ സൂക്ഷിച്ചു നോക്കിയാലും താമരപ്പൂവിതൾ പോലുള്ള കണ്ണുകൾ, ശ്യാമശരീരൻ, ഉജ്ജ്വല തേജസ്വിയാണവൻ. പരാക്രമത്തിൽ ഇന്ദ്രതുല്യൻ. ഇദ്ദേഹമാണ് ശ്രീരാമൻ. സീത ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്. ആ മഹാന്റെ വലതുഭാഗത്തായി പൊന്നിൻ നിറമൊത്ത മനോഹര ഗാത്രനെ നോക്കൂ. അതാണ് ലക്ഷ്മണൻ. ശസ്ത്രങ്ങളിൽ അതിവിജ്ഞാനമാണിവൻ. രാമൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത് അവിടുത്തെ അനുജനായ വിഭീഷണനാണ്. ലങ്കാധിപതിയായി അദ്ദേഹത്തെ രാമൻ അഭിഷേകം ചെയ്തു കഴിഞ്ഞു. 100 താമരപ്പൂവുകൾ കൊണ്ടുള്ള സ്വർണമാല ധരിച്ചവനാണ് സുഗ്രീവൻ. ദിവ്യമായ ആ മാല സർവ്വ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ്. ബാലിയെ നിഗ്രഹിച്ച രാമൻ ഈ മാല സുഗ്രീവന് സമ്മാനിച്ചതോടൊപ്പം രുമയെയും വീണ്ടെടുത്തു കൊടുത്തു. 100 ശംഖവും 1000 മഹാശംഖവും 100 വൃന്ദവും 1000 മഹാവൃന്ദവും 100 പത്മവും 1000 മഹാപത്മവും 100 പർവ്വവും 100 മഹാപർവ്വവും കൂടി സാഗരതുല്യമായ പടയോടെയാണ് അങ്ങയെ എതിരിടുവാൻ ഇവർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വിധേനയും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾക്കാണ് അങ്ങിനിയും രൂപം നൽകേണ്ടത്. തൻ്റെ ചാരന്മാർ ശ്രീരാമ ലക്ഷ്മണന്മാരെയും കപിശ്രേഷ്ഠരെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ലങ്കാധിപതിയായ രാവണൻ്റെ മനസ്സൊന്ന് ചഞ്ചലമായി. ഹൃദയം അസ്വസ്ഥമാകാൻ തുടങ്ങി. ഏറെ കഴിയാതെ തന്നെ അത് തിളച്ചു മറിയുന്ന കോപമായി മാറി. ആരെയും നശിപ്പിക്കാൻ ശേഷിയുള്ള രാജാവിനെ സേവിക്കുന്ന നിങ്ങൾ ശത്രുക്കളെക്കുറിച്ച് വാഴ്ത്തി പറയുന്നോ? മൂഢന്മാരായ നിങ്ങളെപ്പോലുള്ളവരാണല്ലോ എന്നെ സേവിക്കുന്നത്. ഏതു ധൈര്യത്തിലാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്? നേരത്തെ എനിക്ക് ചെയ്ത ഉപകാരത്തെ ഓർത്ത് മാത്രമാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത്. എന്നെ സ്നേഹിക്കാത്ത നിങ്ങൾ മേലിൽ ഇവിടെ കാണരുത്. ശാർദൂലൻ എന്ന രാക്ഷസന്റെ നേതൃത്വത്തിൽ കുറേ ചാരന്മാരെ വാനരന്മാരുടെ അടുത്തേക്ക് വിടുകയാണ് രാവണൻ പിന്നീട് ചെയ്തത്. ആ ചാരന്മാർക്ക് കൊടുത്ത പ്രധാന ജോലി രാമൻ്റെ തീരുമാനങ്ങൾ അറിയുക എന്നതായിരുന്നു. രാമൻ്റെ സ്നേഹിതരും ബന്ധുക്കളും ആരെല്ലാം, എപ്പോൾ ഉറങ്ങുന്നു, ഉണരുന്നു, എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങളാണ് തന്ത്രജ്ഞനായ ആ രാക്ഷസ രാജാവിന് വേണ്ടത്. ശത്രുവിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞാലേ ജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ചാരന്മാർ സമയം പാഴാക്കാതെ വാനരപക്ഷത്തെത്തി. ശ്രീരാമസന്നിധിയിലെത്താൻ ശ്രമിക്കുന്ന അവരെ പെട്ടെന്ന് തന്നെ വിഭീഷണൻ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു. കവികളുടെ മർദ്ദനമേറ്റ് നിലവിളിച്ച ശാർദൂലനെ
കരുണാവാരിധിയായ ശ്രീരാമൻ മോചിപ്പിച്ചു. മറ്റു ചാരന്മാരെയും വിട്ടയച്ചു. താമസിക്കാതെ അവർ ലങ്കാധിപതിയുടെ അരമനയിലെത്തി വിവരങ്ങൾ പറഞ്ഞു. സുവേലാദ്രിയുടെ സമീപത്തായി ശ്രീരാമൻ ലക്ഷ്മണനോടും സൈന്യത്തോടുമൊത്ത് എത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടതോടെ രാവണൻ്റെ സപ്തനാഡികളും സ്തംഭിച്ച പോലെയായി. വിവർണനായി കാണപ്പെട്ട ശാർദൂലനോട് രാവണൻ അമ്പരപ്പോടുകൂടി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. മഹാരാജാവേ, വാനരന്മാരുടെ കരുത്തും ശക്തിയും ചാരന്മാർക്ക് കണക്കാക്കാൻ കഴിയുന്നതിലും അധികമാണ്. അവരോട് സംസാരിക്കുവാനേ കഴിയുകയില്ല. അവിടേക്ക് എത്തി നോക്കുമ്പോഴേക്കും ഞങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളെ കപികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷിച്ചത് രാമനാണ്. സർവ്വ ആയുധങ്ങളും അണിഞ്ഞ് ലങ്കാഗോപുരവാതിലിൽ രാമൻ എത്തിക്കഴിഞ്ഞു. അധികം താമസിക്കാതെ പുറമതിൽ അവർ കയറും. അതിനു മുമ്പ് അങ്ങ് രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒന്നുകിൽ സീതയെ മടക്കി നൽകണം, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം. ശാർദൂലൻ തുടർന്ന് വാനരന്മാരുടെ രഹസ്യങ്ങൾ വെളിവാക്കി. സുഷേണൻ ധർമ്മപുത്രനാണെന്നും ദതിമുഖൻ സോമാത്മജനാണെന്നും ആ ചാരൻ പറഞ്ഞു. മൃത്യുവിനെ വാനര രൂപത്തിൽ അയച്ചതാണ്. സുമുഖൻ, ദുർമുഖൻ, വേഗദർശി എന്നിവർ അഗ്നിപുത്രനാണ്. നീലൻ ഹനുമാൻ വായുപുത്രനാണ്, ഇന്ദ്രൻ്റെ പൗത്രനാണ്. അങ്കദൻ അശ്വിനി ദേവന്മാരുടെ പുത്രനാണ്. മൈന്ദനും ദ്വിവിധനും ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരദൻ, ഗന്ധമാദനൻ എന്നിവർ അന്തകപുത്രന്മാരുമാണ്. ഇങ്ങനെ 10 കോടി കവികൾ ദേവപുത്രരായി അവരുടെ കൂടെയുണ്ട്. സൂര്യപുത്രന്മാരായ ശ്വേതനും ജ്യോതിർമുഖനും വരുണപുത്രനായ ഹേമകൂടനും വാളയന്തി കഴിഞ്ഞു. ഈ വിവരങ്ങൾ കൂടി അറിഞ്ഞതോടെ അമേയ ബലവാനായ രാവണൻ കൂടുതൽ സംഭ്രമം കാട്ടിത്തുടങ്ങി. ഉടൻ തന്നെ സജീവന്മാരെ വിളിച്ചുകൂട്ടുവാൻ നിർദ്ദേശം നൽകി. അടുത്ത ഭാഗം സീതാ സമ്മോഹനം. ശാർദൂലനെ പറഞ്ഞയച്ച ശേഷം രാവണൻ സീതാദേവിയുടെ സമീപത്തേക്ക് പുറപ്പെട്ടു. പോകും വഴി മായാവിയായ വിദ്യുജ്ജുഹാനോട് ഇത്രയും പറഞ്ഞു: നമുക്ക് മായയാൽ സീതയെ മോഹിപ്പിക്കണം. അതിനായി മായ കൊണ്ട് രാമൻ്റെ തലയും വില്ലും ഉണ്ടാക്കണം. അതുമായി എൻ്റെ അടുത്ത് വരണം. അവിടുത്തെ ആജ്ഞ പോലെ എന്ന് പറഞ്ഞ് വിദ്യുജ്ജുഹാൻ അവിടെ നിന്ന് പോയി. അയാൾക്ക് ഒരു ദിവ്യാഭരണം രാവണൻ സമ്മാനമായി നൽകുകയും ചെയ്തു. സീതയെ എങ്ങനെയും പ്രലോഭിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ രാവണൻ അശോകവനിയിലെത്തി. അവിടെ ദുഃഖത്തിൻ്റെ മൂർത്തിമത് ഭാവം പോലെ സീതാദേവി കാണപ്പെട്ടു. ദുഃഖം തന്നെ സ്ത്രീരൂപമെടുത്ത പോലെ തോന്നിച്ചു ദേവിയെ കണ്ടാൽ. വെറും മണ്ണിൽ മുഖമമർത്തി രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ദേവി കിടക്കുകയാണ്. ഘോരരൂപിണികളായ രാക്ഷസികൾ അപ്പോഴും കാവലുണ്ട്. വലിയ സന്തോഷ വർത്തമാനവുമായി എത്തിയ ഭാവത്തിൽ രാവണൻ സീതയോട് പറഞ്ഞു: സീതയെ, ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ ആരുടെ കരുത്തിലാണോ നീ എന്നെ തള്ളിപ്പറഞ്ഞത്? ആ വില്ലാളി വീരനായ രാമൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ നിന്റെ അഹങ്കാരത്തിൻ്റെ വേരറുത്തു. മറ്റു ചിന്തകളെല്ലാം കളഞ്ഞ് നീ എൻ്റെ ഭാര്യയാകൂ, എൻ്റെ പത്നിമാരുടെ രാജ്ഞിയാകൂ. അതായിരിക്കും നിന്നെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ളത്. ഭർതൃവധം എങ്ങനെ നടന്നു എന്നറിയണ്ടേ? സമുദ്രതീരത്ത് എന്നെ തോൽപ്പിക്കുവാൻ വാനരസേനയുമായി രാമൻ വന്നു. സന്ധ്യാസമയത്ത് ലങ്കയുടെ ഉത്തരതീരത്ത് രാമൻ ആക്രമിച്ച് കീഴടക്കി. ഈ ദൂരം വഴി നടന്ന ക്ഷീണത്താൽ അവർ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ചാരന്മാർ മുഖേന ഈ വിവരം ഞങ്ങൾ അറിഞ്ഞു. രാത്രി പ്രഹസ്തൻ്റെ നേതൃത്വത്തിൽ ഒരു വൻ പട ചെന്ന് വാനരന്മാരെ മുഴുവൻ കാലപുരിക്കയച്ചു. എല്ലാവിധ ആയുധങ്ങളും രാക്ഷസർ കപികളുടെ പുറത്ത് പ്രയോഗിച്ചു. രാമനാകട്ടെ നല്ല ഉറക്കത്തിലുമായിരുന്നു. ആരെയും തോൽപ്പിക്കുവാൻ കരുത്തനായ പ്രഹസ്തൻ വലിയൊരു വാളുകൊണ്ട് നിന്റെ ഭർത്താവിൻ്റെ തല അറുത്തുമാറ്റി. എൻ്റെ അനുജൻ വിഭീഷണൻ എതിർക്കുവാൻ നോക്കി, പക്ഷെ അവനും കൊല്ലപ്പെട്ടു. ശേഷിച്ച വാനരന്മാരുമായി ലക്ഷ്മണൻ എവിടേക്കോ ജീവരക്ഷാർത്ഥം ഓടിപ്പോയി. സുഗ്രീവനും ഹനുമാനും ഗദ കൊണ്ടുള്ള അടിയേറ്റ് സുഖനിദ്രയിലാണ്.
എടുത്തു ചാടി വന്ന ജാമ്പവാൻ കാൽമുട്ട് തകർന്ന് പടക്കളത്തിൽ വീണു. മൈന്ദനും ദ്വിവിധനും അരയിൽ വെട്ടേറ്റ് ചോരപ്പുഴയിൽ മറിഞ്ഞ് വീണു. പനസൻ വൻമരം പോലെ മണ്ണിൽ കിടക്കുന്നു. കുമുദന്റെ ശരീരം മുഴുവൻ അമ്പിനാൽ മൂടപ്പെട്ടു കിടക്കുന്നു. അംഗങ്ങൾ എല്ലാം ഛേദിച്ച് മാറ്റപ്പെട്ട രീതിയിൽ അംഗദൻ വീണു കിടപ്പുണ്ട്. മതയാനകളാലും രഥാവലികളാലും വാനരപ്പട ചതച്ചരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കടലിലും പർവ്വത ശിഖരങ്ങളിലും രാക്ഷസന്മാർ നിഗ്രഹിച്ച കപികളുടെ ശരീരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എന്നെ കൊല്ലുവാൻ ആർത്തി പൂണ്ടെത്തിയ നിന്റെ ഭർത്താവ് ഇത്ര പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. രക്തവും പൊടിയും കലർന്ന രാമശിരസും വില്ലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ യുദ്ധക്കളത്തിൽ നിന്ന് രാമശിരസ് കൊണ്ടുവരണമെന്ന് വിദ്യുജ്ജുഹാനോട് പറയുവാൻ ഞാൻ ഒരു രാക്ഷസിയോട് കൽപ്പിക്കുകയും ചെയ്തു. തലയും വില്ലും അമ്പും എടുത്തുകൊണ്ട് വിദ്യുജ്ജുഹാൻ രാവണന്റെ മുന്നിലെത്തി. അവ സീതയുടെ മുമ്പിൽ വെച്ചു കൊടുക്കുവാൻ അവനോട് രാക്ഷസ പെരുമാൾ ആജ്ഞാപിച്ചു. വിദ്യുജ്ജുഹാനാകട്ടെ തലയും വില്ലും സീതയുടെ മുമ്പിൽ വെച്ച ഉടൻ തന്നെ അശോകവനി വിടുകയും ചെയ്തു. രാമന്റെ വില്ലെടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദശാനനൻ പറഞ്ഞു, ലോകം മുഴുവൻ പുകഴ്പെറ്റ രാമന്റെ വില്ലാണിത്. നിന്റെ രാമന്റെ ശ്യാമ നിറമാർന്ന മുഖമാണിത്. ഇനി എന്തിനാലോചിക്കുന്നു? എൻ്റെ സഹധർമ്മിണിയാകൂ, അതാണ് നിനക്ക് ഉത്തമമായിട്ടുള്ളത്. അടുത്ത ഭാഗം സീതാവിലാപം. സീത ആ ശിരസിലേക്ക് നോക്കി. അതേ മുഖം, അതേ മിഴികൾ, അതേ നെറ്റിത്തടം, അതേ ചൂടാമണി, ആ ശ്യാമവർണം, മുടി പറ്റിപ്പിടിച്ച നെറ്റി, അത് തൻ്റെ പ്രിയതമൻ്റേതു തന്നെ എന്ന് ധരിച്ച ദേവി വാവിട്ട് നിലവിളിച്ചു. ഇതിനൊക്കെ കാരണക്കാരിയായ കൈകേയിയെ ശപിച്ചു. ദേവി, കൈകേയിക്ക് ഇപ്പോൾ സംതൃപ്തയാകാം. രഘുകുലത്തിൻ്റെ പ്രിയപുത്രൻ്റെ ശിരസറ്റു വീണിരിക്കുന്നു. ആര്യനായ ശ്രീരാമചന്ദ്രൻ ദേവിക്ക് അപ്രിയമായി എന്തു ചെയ്തു? ഞങ്ങളെ എന്തിന് മരവുരി ചുറ്റിച്ച് കാട്ടിലേക്ക് തള്ളിവിട്ടു? ഇത്രയും വേദന കൊണ്ട് പറഞ്ഞപ്പോഴേക്കും സീത വാഴത്തട പോലെ തളർന്നു വീണു. അല്പനേരത്തേക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ബോധം തെളിഞ്ഞപ്പോൾ പലപ്പോഴും രാമൻ മയങ്ങാറുള്ള മടിയിലേക്ക് ആ ശിരസ്സെടുത്തു വെച്ച് മുകർന്നു. പിന്നെയും വിലാപം തുടർന്നു. ഭർത്താവിൻ്റെ മരണം കാണാൻ എനിക്കിട വന്നല്ലോ. എത്ര നിർഭാഗ്യവതിയാണ് ഞാൻ. എപ്പോഴും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന അങ്ങ് എനിക്ക് മുമ്പേ മരിച്ചല്ലോ. വിയോഗ ദുഃഖഭയത്തിൽ നിന്നെന്നെ രക്ഷിക്കാൻ അവിടുന്ന് ശ്രമിച്ചു. പക്ഷേ അങ്ങ് സാഗരത്തിലേക്ക് പതിച്ചു പോയല്ലോ. അങ്ങ് ദീർഘായുഷ്മാനാണെന്ന് പറഞ്ഞത് അസത്യമായല്ലോ. അല്ലെങ്കിൽ കാലത്തെ ആർക്കാണ് നിയന്ത്രിക്കാനാവുക? കാലം അതിൻ്റെ കടമ നിർവഹിക്കുന്നു. ഏത് ദുർവിധിയെയും തരണം ചെയ്യാൻ കെൽപ്പുള്ള അവിടുന്നും അതിനെ കീഴടങ്ങിയല്ലോ. ഈ കാളരാത്രി എൻ്റെ പ്രിയ രാമനെ തട്ടിപ്പറിച്ചെടുത്തു. അങ്ങയുടെ പള്ളിവില്ല് ഇതുതന്നെയാണോ? സ്വർഗത്തിൽ പിതൃക്കളോടൊപ്പം അവിടുന്ന് ഇപ്പോൾ വാഴുകയായിരിക്കും. രാജർഷി കുലത്തിലെ ഒരു നക്ഷത്രമായിരിക്കും അങ്ങിപ്പോൾ. വളരെ ചെറുപ്പത്തിലെ കൈപിടിച്ച എന്നെ പിന്നെന്തിനാണ് ആകാശത്തിൽ നിന്ന് നോക്കാത്തത്? ഞാൻ തഴുകി തലോടി ഉറക്കിയിരുന്ന പൂവുടൽ ഇപ്പോൾ ക്രൂരമൃഗങ്ങൾ വലിച്ചിഴയ്ക്കുകയാണോ? എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്ന ആ കാർമുഖം തന്നെയോ ഇത്? ഉത്തമയാഗങ്ങൾക്ക് യാതൊരു ഫലവുമില്ലെന്നായോ? ദുഃഖം അണപൊട്ടിയൊഴുകവേ സീതയുടെ ചിന്ത പല വഴിക്ക് തിരിഞ്ഞു. വനത്തിലേക്ക് പുറപ്പെട്ടവരിൽ ലക്ഷ്മണകുമാരൻ മാത്രം മടങ്ങിയെത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? താൻ കാരണമാണ് ശ്രീരാമചന്ദ്രന് അപമൃത്യു ഉണ്ടായതെന്ന് കൗസല്യാദേവി മനസ്സിലാക്കും. ദേവി തന്നെ ശപിക്കും. ആ ശാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാനാവും? എല്ലാം തൻ്റെ കർമ്മഫലം തന്നെയാണ്. ശക്തി സംഭരിച്ച് സീത രാവണനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊന്നിടത്ത് വെച്ച് തന്നെ എന്നെ കൊല്ലൂ. അങ്ങനെ ഞങ്ങളെ ഒന്നിപ്പിച്ചു എന്ന സത്കർമ്മമെങ്കിലും രാക്ഷസ രാജാവായ അങ്ങ് ചെയ്യുക. എൻ്റെ ഭർത്താവിൻ്റെ ഉടലോടുകൂടി എൻ്റെ ഉടലും ചേർക്കൂ.
ഈ സമയത്ത് ദ്വാരപാലകന്മാരിൽ ഒരാൾ വന്ന് പ്രഹസ്തൻ മന്ത്രിമാരൊത്ത് കാണാൻ വന്നിരിക്കുന്നുവെന്ന് രാവണനോട് പറഞ്ഞു. ഇത് കേട്ട രാവണൻ ഉടനെ അശോകവനി വിടുകയും ചെയ്തു. രാജസദസ്സിലെത്തി കാര്യങ്ങൾ മന്ത്രിമാരുമായി ആലോചിച്ചു. രാവണൻ്റെ അശോകവനിയിൽ നിന്ന് പോയതോടെ സീതയുടെ മുമ്പിലുണ്ടായിരുന്ന രാമശിരസ്സും വില്ലും അപ്രത്യക്ഷമായി. രാവണ നിർദ്ദേശമനുസരിച്ച് പെരുമ്പറ കൊട്ടി സേനകളെ ഒത്തുചേർത്തു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. അടുത്ത ഭാഗം സീതാ സമാശ്വസനം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.